അപ്പോൾ നമ്മളിന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള പാൽപ്പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിനാവശ്യത്തിന് അരിപ്പൊടി എടുത്തു. പിന്നെ തേങ്ങ, അരിപ്പൊടിയിലേക്ക് നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, 1.5 സ്പൂൺ 2 സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പ്. ഞാൻ പിന്നെ നമ്മൾ സാധാരണ ഇത് ബീഫിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ ഒക്കെ കൂടെയാണ് റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മളിന്ന് വൈകുന്നേരം ചായയുടെ കൂടെ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായയുടെ കൂടെ കഴിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ പാല് അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. ഈ തേങ്ങയും പഞ്ചസാരയും ഉപ്പും എല്ലാം നല്ലപോലെ മിക്സ് ആവണമല്ലോ. അങ്ങനെ മിക്സാക്കി നല്ലതുപോലെ ഇളക്കി മിക്സാക്കിയിട്ട് നമ്മൾ ഏറെക്കുറെ ഈ ഒരു പരുവത്തിൽ പിന്നെ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഒരു പാത്രം എടുത്ത് അതിലിട്ട് കുറച്ച് നെയ്യ് തടവി, ഈ നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഒഴിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വെണ്ണയൊക്കെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ദോശയുടെയൊക്കെ കൂടെ ഒഴിച്ച് കൊടുക്കാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. പിന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന മാവ് നമ്മൾ ഇതിനകത്തോട്ട് പാത്രത്തിലൊഴിച്ച് സെറ്റാക്കി അതിന് കുറച്ച് ബാക്കി വന്നിരുന്ന തേങ്ങായും കൂടെ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് ഇഡലിക്കുട്ടത്തിൽ വേവാൻ വെക്കുന്നു. അത് ഒരു 10-15 മിനിറ്റോടെ വേവിച്ച് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ വെന്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വെന്ത് നമ്മൾ നെയ്യൊക്കെ പുരട്ടിയേക്കുന്നതുകൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അങ്ങനെ ഞാൻ പൊന്നൂസിന് അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമായി. സാധാരണ പൊന്നൂസ് അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ പൊന്നൂസ് പിന്നെ 4 മണിക്ക് ചായയുടെ കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.